നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അമ്മ അച്ഛനോട് പറയുന്നത് കേൾക്കുന്നു, അവൻ ടി വി കാണുകയാണ്. അപ്പോൾ നിങ്ങളൊരു ഞെട്ടലോടെ നിങ്ങൾ ചോദിക്കുന്നു, ഞാൻ ടി വി കാണുകയാണോ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? വെൽക്കം ബാക്ക് ഇംഗ്ലീഷ് ഗുരു യൂട്യൂബ് ചാനൽ. ഇന്നലെ നമ്മൾ പഠിച്ചത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ തിന്നുകയാണ്, ഞാൻ കുളിക്കുകയാണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഡേ 5 ക്ലാസ് നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്നലെ പഠിച്ചതിന്റെ ക്വസ്റ്റ്യൻ ഫോം. ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നെങ്ങനെ ചോദിക്കും? അവൻ ടി വി കാണുകയാണ് എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഹി ഈസ് വാച്ചിങ് ടി വി. നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. അപ്പോൾ അവൻ ടി വി കാണുകയാണോ എന്നെങ്ങനെ ചോദിക്കും? ഇന്നലെ നമ്മൾ പഠിച്ചത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. അതിന്റെ തന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ക്വസ്റ്റ്യൻ ഫോം ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിച്ചു. പ്രീവിയസ് വീഡിയോസ് ഉണ്ട്, അവൈലബിൾ ആണ്. കാണാത്തവർ നിർബന്ധമായും അത് കണ്ടിരിക്കുക. അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഫസ്റ്റ് സിമ്പിൾ പ്രസന്റ് ടെൻസ്, രണ്ടാമത്തെ ടെൻസ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. അതിന്റെ ക്വസ്റ്റ്യൻ ഫോം ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞു ഐ വരുമ്പോൾ ആം വരും, പിന്നെ ഇവിടെ ഒരു വേർബ് വരും, ing വരും. ഐ ആം ഈറ്റിംഗ്, ഐ ആം ഈറ്റിംഗ്, ഞാൻ തിന്നുകയാണ്. ഞാൻ ഇപ്പോൾ ഈ ഫോം ഉപയോഗിക്കുന്നത് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ്. പ്രസന്റ് മീൻസ് നൗ ഹാപ്പനിങ്, ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ. ഐ ആം, ഞാൻ ഇപ്പോൾ ഈറ്റിംഗ്, ഐ ആം ഈറ്റിംഗ്, ഞാൻ ഇപ്പോൾ തിന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഞാൻ ഇപ്പോൾ തിന്നുകൊണ്ടിരിക്കുകയാണോ എന്നെങ്ങനെ ചോദിക്കും എന്നതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. യു വി ദേ പ്ലൂറൽ വരുമ്പോൾ ആറാണ് വരുന്നത്. 6 പ്ലസ് വേർബ് പ്ലസ് ing. ഇവിടെ വേർബ് വരും. ഇവിടെ ഈറ്റ് വന്നാൽ യു ആർ ഈറ്റിംഗ്, നിങ്ങൾ തിന്നുകയാണ്, നിങ്ങൾ തിന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾ തിന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വരിക അർത്ഥം. വി വരുമ്പോൾ സെയിം തന്നെ. വി വരുമ്പോഴും 6, പിന്നെ വേർബ് പ്ലസ് ing. പിന്നെ ഹി ഷീ ഇറ്റ് സിംഗുലർ വരുമ്പോൾ ഈസ് വരും, പിന്നെ വേർബ് വരും പ്ലസ് ing. അപ്പോൾ ഇതിനെ നീ തിന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ തിന്നുകൊണ്ടിരിക്കുകയാണ്, അവൻ തിന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പഠിച്ചതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതാണ്. അപ്പോൾ നീ തിന്നുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോമുകളെ ഇപ്പുറത്തേക്ക് തിരിച്ചു മാറ്റിയിട്ടാൽ മാത്രം മതി, വേറെ ഒന്നും പേടിക്കണ്ട. ഈ ഐ ആം എന്ന് പറയുമ്പോൾ ഐ ആം ഈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ തിന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണെങ്കിൽ ആം ഐ ഈറ്റിംഗ്, ഈ ആമിനെ ഇതാ ഇവിടെയുള്ള ആമും ആറും ഈസിനെയും ഈ 3 എണ്ണത്തിനെ പിടിച്ചിട്ട് ഇപ്പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്തായി? ക്വസ്റ്റ്യൻസ് ഫോമായി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അമ്മ പറയുന്നു അച്ഛനോട്, അവൻ ടി വി കാണുകയാണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ് പോയിട്ട് പറയുന്നു, ഞാൻ ടി വി കാണുകയാണോ എന്നെങ്ങനെ ചോദിക്കും? അതിനു മുമ്പ് ഞാൻ ടി വി കാണുകയാണ് എന്നെങ്ങനെ പറയും? ഇന്നലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ടി വി കാണുകയാണ്, ഐ ആം വാച്ചിങ് ടി വി, ഞാൻ ടി വി കാണുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ആമിനെ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് തട്ടിക്കഴിഞ്ഞാൽ ഇത് ക്വസ്റ്റ്യൻ ഫോമായി. ഇവിടെ ആം ഐ വാച്ചിങ് ടി വി, ഇത് ക്വസ്റ്റ്യൻ ഫോം ആണ്. ഞാൻ ടി വി കാണുകയാണോ? ഇവിടെ എ ക്യാപിറ്റൽ വരാൻ കാരണം ഇതൊരു സെന്റൻസ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് കൊണ്ടാണ് ഇവിടെ എ ക്യാപിറ്റൽ വന്നത്. ഇവിടെ ക്യാപിറ്റൽ ഇല്ല, ഇവിടെ ക്യാപിറ്റൽ വരാൻ കാരണം സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലാണ് തുടങ്ങേണ്ടത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണോ, ഞാൻ പഠിക്കുകയാണോ, ഞാൻ കുളിക്കുകയാണോ, ഞാൻ പല്ല് തേക്കുകയാണോ, ഞാൻ കളിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നതിന് ആം ഐ ആണ് യൂസ് ചെയ്യുന്നത്. ആം ഐ ഇവിടെ വേർബ് വരും. ഏത് വേർബ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. വേർബ് പിന്നെ പ്ലസ് ing. ആം ഐ റൈറ്റിംഗ്, ഞാൻ എഴുതുകയാണോ? ആം ഐ വാച്ചിങ് ടി വി, ഞാൻ ടി വി കാണുകയാണോ? ആം ഐ കുക്ക്, ആം ഐ കുക്കിംഗ്, ഞാൻ പാചകം ചെയ്യുകയാണോ? ഒരു ഞായറാഴ്ച ദിവസം നിങ്ങളുടെ അമ്മ പറയുന്നു, മോനെ നീ സ്കൂളിൽ പോകുമ്പോൾ ഇത് അവിടെ അപ്പുറത്തെ വീട്ടിലൊന്ന് കൊടുത്തേ, ആ ഒരു വീട്ടിലൊന്ന് കൊടുത്തേ, ഈ സാധനം അവിടെ ഒന്ന് കൊടുത്തേ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, ഞാൻ അതിന് സ്കൂളിൽ പോവുകയാണോ എന്നെങ്ങനെ ചോദിക്കാം? ആം ഐ ഗോയിങ് ടു സ്കൂൾ. ഇവിടെ പോവുക എന്നതിന്റെ വേർബ് ഗോ. ആം ഐ ഗോയിങ് ടു സ്കൂൾ, ഞാൻ സ്കൂളിൽ പോവുകയാണോ? നിങ്ങൾ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ ഒരാൾ വന്നിട്ട് പറയുന്നത്, ഇതെന്താ പണി പെട്ടെന്ന് തീർക്കാത്തത് എന്താണ് നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ അതിന് ഇത് തിന്നുകയാണോ എന്നെങ്ങനെ ചോദിക്കും? ആം ഐ ഈറ്റിംഗ് ദിസ്, ഞാൻ തിന്നുകയാണോ? അപ്പോൾ നമ്മൾ ഐ ഉപയോഗിച്ച് ഞാൻ ചെയ്യുകയാണോ എന്ന് പറയാൻ വേണ്ടി പഠിച്ചു. ഞാൻ ചെയ്യുകയാണ് എന്ന് പറയാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആം ഇപ്പുറത്തേക്ക് വന്നിട്ട് ഐ ആം ഡൂയിങ്, ഐ ആം ഹെൽപ്പിംഗ്, ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കുളിക്കുകയാണ് എന്നൊക്കെ പറയാൻ വേണ്ടി ഇന്നലെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഞാൻ തിന്നുകയാണോ കുളിക്കുകയാണോ എന്ന് ചോദിക്കാൻ വേണ്ടി പഠിച്ചു. ഒന്നുമില്ല, ഈ ആമിനെ എടുത്തിട്ട് ഇപ്പുറം ഇട്ടാൽ
ഇത് ക്വസ്റ്റ്യൻ ഫോം ആയി. ഈ ആം ഇവിടെയാണ് വന്നതെങ്കിൽ ഞാൻ ചെയ്യുകയാണ്, ഞാൻ പറയുകയാണ്, കുളിക്കുകയാണ്, കളിക്കുകയാണ് എന്നൊക്കെ ഉള്ള അർത്ഥം വരും. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള അർത്ഥമാണ് വരിക. ഈ ആം ഇപ്പുറം വന്നപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഫോം ആയി. ഇത് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണോ, ഞാൻ തിന്നുകൊണ്ടിരിക്കുകയാണോ, ഞാൻ കുളിക്കുകയാണോ, ഞാൻ കാണുകയാണോ, ഞാൻ TV കാണുകയാണോ, ഞാൻ പഠിക്കുകയാണോ എന്നൊക്കെ ചോദിക്കാൻ ആം ഐ ചേർത്തിട്ട് പിന്നെ ഇവിടെ വേർബ് പിന്നെ പ്ലസ് ing. ഇനി യു ബി ദേ പ്ലൂറൽ വരുമ്പോൾ ആറാണ് വരുന്നത്. നിങ്ങൾ ചെയ്യുകയാണ്, നിങ്ങൾ കളിക്കുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു എക്സാമ്പിൾ, ഞങ്ങൾ ലെറ്റർ എഴുതുകയാണ്, അവർ പോവുകയാണ്, ദേ ആർ പ്ലേയിങ് അവർ കളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ദേ ആർ പ്ലേയിങ് എന്ന് പറഞ്ഞാൽ അവർ കളിക്കുകയാണ് എന്നതാണ് അർത്ഥം. അപ്പോൾ അവർ കളിക്കുകയാണോ എന്നെങ്ങനെ ചോദിക്കും? ഞാൻ പറഞ്ഞു ഈ ആറിനെ നേരെ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് തട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഫോം ആയി. ആർ പിന്നെ പ്രോനൗൺസ് പിന്നെ ഇവിടെ വേർബ് വരും ing. ഇപ്പോൾ നീ അവിടെ പോവുകയാണോ, നീ പോവുകയാണോ എന്നെങ്ങനെ ചോദിക്കും? ആർ യു ഗോയിങ്, ആർ യു ഗോയിങ്, നീ പോവുകയാണോ? ആർ വി ഗോയിങ്, ഞങ്ങൾ പോവുകയാണോ, നമ്മൾ പോവുകയാണോ? ആർ ദേ ഗോയിങ്, അവർ പോവുകയാണോ? ആർ ചിൽഡ്രൻ ഗോയിങ്, കുട്ടികൾ പോവുകയാണോ? നിങ്ങളുടെ കൂട്ടുകാരൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുന്നത് പോലെ നിങ്ങളോടൊരു കാര്യം പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളെ കളിയാക്കുന്നതാണെന്ന്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു, നീ എന്നെ കളിയാക്കുകയാണോ എന്നെങ്ങനെ ചോദിക്കും? ആർ യു മോക്കിംഗ് മീ? കളിയാക്കുക എന്നതിന്റെ ഇംഗ്ലീഷ് വാക്ക് മോക്ക്, MOCK എന്ന വേർബാണ്. കളിയാക്കുക എന്നതിന്റെ ഇംഗ്ലീഷ് വേർഡ് അതിന്റെ അപ്പുറം ing കൂട്ടും. ആർ യു മോക്കിംഗ് മീ, എന്നെ. ഇത് മറ്റൊരു പ്രോനൗൺ ആണ്, നമ്മൾ പഠിക്കും. മീനെ കുറിച്ചിട്ടും ഹിമ്മിനെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പഠിക്കും. ആർ യു മോക്കിംഗ് മീ, നീ എന്നെ കളിയാക്കുകയാണോ? നിങ്ങളോട് അമ്മ കടയിൽ പോകാൻ വേണ്ടി പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു എനിക്ക് പഠിക്കാനുണ്ട്. എന്നിട്ട് നിങ്ങൾ നേരെ പോയി TV കാണുകയാണ്. അപ്പോൾ നിങ്ങളുടെ അമ്മ വന്നിട്ട് ചോദിക്കുന്നു, നീ ഇപ്പോൾ പഠിക്കുകയാണോ, നീ ഇപ്പോൾ പഠിക്കുകയാണോ എന്നെങ്ങനെ ചോദിക്കും? ആർ യു സ്റ്റഡിയിങ് നൗ, ആർ യു സ്റ്റഡിയിങ് നൗ, നീ ഇപ്പോൾ പഠിക്കുകയാണോ? ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ നിങ്ങളുടെ കൂട്ടുകാരൻ കൈകൊണ്ട് ബോൾ പിടിച്ചു. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, നമ്മൾ ക്രിക്കറ്റ് കളിക്കുകയാണോ എന്നെങ്ങനെ ചോദിക്കും? കളിക്കുക എന്നതിന്റെ ഇംഗ്ലീഷ് വേർഡ് പ്ലേ പ്ലസ് ing, പ്ലേയിങ്. ആർ വി പ്ലേയിങ് ക്രിക്കറ്റ്, നമ്മളിപ്പോൾ ക്രിക്കറ്റ് കളിക്കുകയാണോ? നീ കൈനെ കൊണ്ട് പിടിച്ചില്ലേ, നമ്മളിപ്പോൾ ക്രിക്കറ്റ് കളിക്കുകയാണോ? ആർ വി പ്ലേയിങ് ക്രിക്കറ്റ്? നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും മടിയന്മാരായിട്ട് ഇരിക്കുന്ന കുറച്ച് ചേട്ടന്മാർ. അപ്പോൾ നിങ്ങൾ ഒരു തവണ സ്കൂളിൽ പോകുമ്പോൾ അവർ പണിയെടുക്കുന്നത്. അപ്പോൾ അവർ വർക്ക് ചെയ്യുകയാണോ എന്നെങ്ങനെ ചോദിക്കും? ആർ ദേ ഡൂയിങ് വർക്ക്, അവർ പണി ചെയ്യുകയാണോ? ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക, ഡൂയിങ് ചെയ്യുകയാണോ? എന്ത്? വർക്ക്, പണി ചെയ്യുകയാണോ? ആർ ദേ ഡൂയിങ് വർക്ക്, അവർ ജോലി ചെയ്യുകയാണോ? ഇത്ര നാളും മടിയന്മാരായിട്ടിരുന്നവർ ഇപ്പോൾ പണിയെടുക്കുന്നത് കണ്ടപ്പോൾ ആർ ദേ ഡൂയിങ് വർക്ക്, അവർ ജോലി ചെയ്യുകയാണോ എന്ന് നിങ്ങൾ അതിശയത്തോടെ ചോദിക്കുന്നു. നിങ്ങൾ കൂട്ടുകാരോടൊത്ത് മുറ്റത്തിറങ്ങിയപ്പോൾ മറ്റൊരു വീട്ടിന്റെ ടെറസിന്റെ മുകളിൽ നിന്ന് പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്നത് പോലെ എന്തോ തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, അവർ ഡാൻസ് കളിക്കുകയാണോ, ആ പെൺകുട്ടികൾ ഡാൻസ് കളിക്കുകയാണോ എന്നെങ്ങനെ ചോദിക്കും? ഇന്നലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, കുട്ടികൾ, ടീച്ചേഴ്സ്, ജനങ്ങൾ, അങ്ങനെയുള്ള ഒരു രണ്ടോ അതിലധികമോ ആൾക്കാർ വരുമ്പോൾ പ്ലൂറൽ ആണ് വരുന്നത്. ആ പ്ലൂറൽ വരുമ്പോൾ ആറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്ലൂറലിന്റെ ക്വസ്റ്റ്യൻ ഫോം വരുമ്പോൾ ഈ ആറ് നേരെ ഇവിടേക്ക് വരും. ആർ ദ ഗേൾസ് ഡാൻസിങ്, ആ പെൺകുട്ടികൾ ഡാൻസ് കളിക്കുകയാണോ? ആർ ദ ഗേൾസ് ഡാൻസിങ്? കർണാടകയിലെ ഗവൺമെന്റ് സ്കൂളിന്റെ അരികിലൂടെ ഞാൻ കൂട്ടുകാരനോട് ഒന്നിച്ച് നടന്നു പോയപ്പോൾ കുട്ടികൾ, അവിടുത്തെ ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾ ബീര എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, കെമിക്കലാണ്, ഈ ലഹരി പോലത്തെ ഒരു സാധനമാണ്, അത് തിന്നുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിക്കുകയാണ്, ആ കുട്ടികൾ, ആ സ്റ്റുഡൻസ് ബീര കഴിക്കുകയാണോ എന്നെങ്ങനെ ചോദിക്കും? ഇംഗ്ലീഷിൽ ചോദിക്കും. ആർ ദ സ്റ്റുഡൻസ് ഈറ്റിംഗ് ബീര? ബീര എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പാക്കറ്റിൽ കിട്ടുന്ന ഒരു ലഹരി വസ്തുക്കൾ, ഈ ചുണ്ടിന്റെ ഇടയിൽ വെക്കുന്ന ഒരു സാധനം. ആർ ദ സ്റ്റുഡൻസ്, ആ സ്കൂൾ കുട്ടികൾ ബീര തിന്നുകയാണോ? ഞാൻ അതിശയത്തോടെ ഒറിജിനലായിട്ട് ഞാൻ ചോദിച്ചു പോയതാണ്. ആർ ദ സ്റ്റുഡൻസ് ഈറ്റിംഗ് ബീര? ആ കുട്ടികൾ ബീര കഴിക്കുകയാണോ, കഴിച്ചുകൊണ്ടിരിക്കുകയാണോ? അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഞാൻ ചെയ്യുകയാണോ, ഞാൻ വാച്ച് ചെയ്യുകയാണോ, ഞാൻ കുളിക്കുകയാണോ എന്നൊക്കെ നമ്മൾ പറയാൻ വേണ്ടി പഠിച്ചു. ഇന്നലെ നമ്മൾ പഠിച്ചത് ഞാൻ ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ ആം ഇവിടെയാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ നേരെ ഇവിടെ വന്നിട്ട് ആം ഐ വർക്കിംഗ്, ഞാൻ പണിയെടുക്കുകയാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കാൻ വേണ്ടി പഠിച്ചു. ഇനി യു വി ദേ പ്ലൂരൽ വരുമ്പോൾ, ഇന്നലെ യു വി ദേ പ്ലൂരൽ വന്നപ്പോൾ ആറ് ഇപ്പുറത്താണ് ഉണ്ടായിരുന്നത്, നീ പണിയെടുക്കുകയാണ്, നീ ജോലി ചെയ്യുകയാണ് എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ ഇന്ന് ആറ്
ഇപ്പുറം വന്നപ്പോൾ അത് ക്വസ്റ്റ്യൻ ഫോമായി. നിങ്ങൾ പണിയെടുക്കുകയാണോ, ഞങ്ങൾ പണിയെടുക്കുകയാണോ, ഞങ്ങൾ TV കാണുകയാണോ, നമ്മൾ ക്രിക്കറ്റ് കളിക്കുകയാണോ, നേരത്തെ ഫുട്ബോൾ കൈകൊണ്ട് പിടിച്ചവന് നമ്മൾ ക്രിക്കറ്റ് കളിക്കുകയാണോ, ആർ വി പ്ലേയിങ് ക്രിക്കറ്റ്, നമ്മൾ ക്രിക്കറ്റ് കളിക്കുകയാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കാൻ വേണ്ടി പഠിച്ചു. അപ്പോൾ ഇത് ഈ ഫോം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത് ക്വസ്റ്റ്യൻ ഫോം ആണ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ക്വസ്റ്റ്യൻ ഫോം ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹി ഷീ ഇറ്റ് വരുമ്പോൾ എന്താണ് മാറ്റമെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈസ് ആണ് നമ്മൾ ഇന്നലെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അവൻ ചെയ്യുകയാണ്, അവൻ പണിയെടുക്കുകയാണ്, അവൻ കളിക്കുകയാണ്, അല്ലെങ്കിൽ അവൾ കളിക്കുകയാണ്, ഇത് ഉറങ്ങുകയാണ്, ഈ പട്ടി ഉറങ്ങുകയാണ്, ഇത് ഉറങ്ങുകയാണ്, അവൻ പോവുകയാണ്, ആ ബോയ് കളിക്കുകയാണ്, ആ ആൺകുട്ടി കളിക്കുകയാണ്, അല്ലെങ്കിൽ രാമു കളിക്കുകയാണ്. സിംഗുലർ വരുമ്പോൾ ഒരാൾ, രാമു കളിക്കുകയാണ്, രാമു ഉറങ്ങുകയാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹി ഷീ ഇറ്റ് വരുമ്പോൾ ഈസ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് പഠിച്ചു. ഈസ് ഇവിടെ വേർബ് പ്ലസ് ING ആണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഫോം ആക്കുമ്പോൾ ഈ ഈസിനെ നേരെ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് ഇടും. നേരത്തെ ആറും ആമും ഇട്ടതുപോലെ തന്നെ ഇവിടെ ഈസ് വരും. അവൻ ഭക്ഷണം കഴിക്കുകയാണോ, ഈസ് ഹി ഈറ്റിംഗ് ഫുഡ്, അവൻ ഭക്ഷണം കഴിക്കുകയാണ്, ഈസ് ഹി ഈറ്റിംഗ് ഫുഡ്, അല്ലെങ്കിൽ അവൾ ഭക്ഷണം കഴിക്കുകയാണോ, ഈസ് ഷീ ഈറ്റിംഗ് ഫുഡ്, അല്ലെങ്കിൽ ഇത് ഈ നായ ഭക്ഷണം കഴിക്കുകയാണോ, ഇത് ഭക്ഷണം കഴിക്കുകയാണോ എന്നങ്ങനെ ചോദിക്കാം. ഇറ്റ് വരുമ്പോൾ ഇത് അഥവാ അത് എന്നാണ് അർത്ഥം. ഈസ് ഇറ്റ് ഈറ്റിംഗ് ഫുഡ്, ഇത് ഭക്ഷണം കഴിക്കുകയാണോ. ഇറ്റ് എന്ന് പറയുമ്പോൾ ആനിമൽസിനെയോ വസ്തുക്കളെയാണ് യൂസ് ചെയ്യേണ്ടത്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി. പ്ലൂരൽ എന്ന് പറയുമ്പോൾ രണ്ടോ അതിലധികമോ ആൾക്കാരാണ് പ്ലൂരൽ എന്ന് പറയുന്നത്. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, ഒരാളുടെ പേര്. ഇപ്പൊ എൻ്റെ പേര് ഷംഷി ഭക്ഷണം കഴിക്കുകയാണോ, ഈസ് ഷംഷി ഈറ്റിംഗ് ഫുഡ്, ഷംഷി ഭക്ഷണം കഴിക്കുകയാണോ. ഈസ് രാമു ഈറ്റിംഗ് ഫുഡ്, രാമു ഭക്ഷണം കഴിക്കുകയാണോ. നിങ്ങളുടെ അനിയൻ മുടിയൊക്കെ ക്രോപ്പ് ചെയ്ത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ബാഗും എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്, അവന് ഇന്ന് സ്കൂളിൽ പോകേണ്ട ദിവസമാണ്, അമ്മയോട് ചോദിക്കുകയാണ് അവൻ സ്കൂളിൽ പോവുകയാണോ. ഈസ് ഹി ഗോയിങ് ടു സ്കൂൾ. ഇന്നലെ നമ്മൾ പഠിച്ചു ഹി ഈസ് ഗോയിങ് ടു സ്കൂൾ, അവൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്ന് പഠിക്കുന്നത് ഈസ് ഹി ഗോയിങ് ടു സ്കൂൾ, അവൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ, അവൻ സ്കൂളിൽ പോവുകയാണോ. നിങ്ങൾ നിങ്ങളുടെ അനിയത്തെ വഴക്ക് പറഞ്ഞു, പിന്നീട് അവൾ മുറിയിലേക്ക് പോയി. അപ്പോൾ അമ്മ വന്നിട്ട് പറയുന്നു അവൾക്ക് ഭയങ്കര വിഷമായിട്ടുണ്ട്, അവൾ കരയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത്ഭുതത്തോടെ ചോദിക്കുന്നു, അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അവൾ കരയുകയാണോ എന്നെങ്ങനെ ചോദിക്കും. ഈസ് ഷീ ക്രൈയിങ്, അവൾ കരയുകയാണോ. ഈസ് ഷീ ക്രൈയിങ്. നിങ്ങളുടെ വീട്ടിലൊരു ടേബിൾ ഫാന്, അത് സ്വിച്ച് ഓൺ ചെയ്തിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ മെക്കാനിക്കിന്റെ അടുത്തേക്ക് അത് കൊണ്ടുപോയി, എന്നിട്ട് ആ മെക്കാനിക് സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ അത് വർക്കിംഗ് ആയി. അപ്പോൾ നിങ്ങൾ ഇത് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുകയാണോ, ഇതിപ്പോൾ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുകയാണോ എന്നെങ്ങനെ അതിശയത്തോടെ ചോദിക്കും. ഈസ് ഇറ്റ് വർക്കിംഗ് പ്രോപ്പർലി. ഈ ടേബിൾ ഫാൻ, ഈ ഫാൻ എന്ന് ഒന്നിക്കൽ നമുക്ക് ഈ ടേബിൾ ഫാൻ വർക്കിംഗ് പ്രോപ്പർലി എന്ന് നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ, ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുകയാണോ എന്നെങ്ങനെ ചോദിക്കും. ഈസ് ഇറ്റ് വർക്കിംഗ് പ്രോപ്പർലി. നിങ്ങളൊരു പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങി, അത് ഷോപ്പിൽ നിന്ന് ഓണാക്കി നോക്കിയപ്പോൾ യാതൊരു വിധത്തിലുള്ള ശബ്ദവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് പാക്ക് ചെയ്തു വീട്ടിലെത്തിച്ചപ്പോൾ അതിൽ നിന്നൊരു ശബ്ദം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് ഇത് ഒരു നോയ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ എന്നെങ്ങനെ ചോദിക്കും. ഞാൻ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോയ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ ഇഷ്ടമല്ലാത്ത ചില ശബ്ദങ്ങൾക്കാണ് നോയ്സ് എന്ന് പറയുന്നത്. ഈസ് ഇറ്റ് മേക്കിംഗ് നോയ്സ്, ഇത് എന്തൊരു ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണോ. നിങ്ങളുടെ സ്കൂളിലെ രാമു എന്ന കുട്ടിക്ക് കാലിന് പൊള്ളലേറ്റു. അപ്പോൾ രാവിലെ അവന് മരുന്നൊക്കെ വെച്ചു കൊടുത്തു. അപ്പോൾ അവനെ വൈകുന്നേരം ഒരു ഓട്ടോയിൽ കയറ്റി വിടാനായിരുന്നു ടീച്ചേഴ്സിന്റെ പ്ലാൻ. പിന്നീട് വൈകുന്നേരമായപ്പോൾ അവൻ ഓടി കളിക്കുന്നത് കാണുന്നു. അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ്, ആ പൊള്ളലേറ്റ കുട്ടി ഓടി കളിക്കുകയാണോ, ആ കുട്ടി കളിക്കുകയാണോ എന്ന് പറയുമ്പോൾ കുട്ടി എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ് വരിക. സിംഗുലർ വരുമ്പോൾ ഈസിനെ നമ്മൾ ഇപ്പുറത്തേക്ക് ഇട്ടിട്ട് ക്വസ്റ്റ്യൻ ഫോം ആക്കിയാൽ ഈസ് ദ ബോയ് പ്ലേയിങ്, ആ കുട്ടി കളിക്കുകയാണോ, ആ ആൺകുട്ടി കളിക്കുകയാണോ. ബോയ് എന്ന് പറയുമ്പോൾ ആൺകുട്ടി. നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു പട്ടി കുരച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയും. ദ ഡോഗ് ഈസ് ബാർക്കിംഗ്. ദ ഡോഗ് ഈസ് ബാർക്കിംഗ്, പട്ടി കുരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഈസിനെ പട്ടി കുരച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഈസിനെ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് ഇടും. ഈസ് ദ ഡോഗ് ബാർക്കിംഗ്, ആ പട്ടി കുരച്ചുകൊണ്ടിരിക്കുകയാണോ. അപ്പോൾ ഇംഗ്ലീഷിന്റെ വലിയ വലിയ ഗ്രാമർ പാർട്സ് ഒക്കെ നമ്മൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറയാൻ വേണ്ടി ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടി പഠിച്ചു. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇന്നലെ പഠിച്ചു. അവനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ പഠിച്ചു. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണോ, ഞാൻ കാണുകയാണോ, ഞാൻ പറയുകയാണോ. ആം ഐ ടീച്ചിങ്, ഞാനിപ്പോൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണോ. ആം ഐ ലുക്കിംഗ്, ഞാൻ
നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ നമ്മൾ പറയാൻ വേണ്ടി പഠിച്ചു. അപ്പോൾ ഇത് മനസ്സിലാകാത്തവർ ഒന്നും കൂടി വീഡിയോ റിപ്പീറ്റ് ആയിട്ട് കാണുക. എന്തെങ്കിലും നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും താഴെ എൻ്റെ നമ്പർ ഉണ്ട്, ആ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാം. നിങ്ങളുടെ പേരോ സ്ഥലമോ ഒന്നും വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ മറുപടി നൽകുന്നതായിരിക്കും. പിന്നെ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും ഫീഡ്ബാക്കുകളും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റിൽ, നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നാളെ വീണ്ടും കാണാം. ബൈ.